ഗ്ലോയിങ് ഇൻ ഡാർക്ക്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ രണ്ട് പാനലിൽ ഞാൻ ഗ്ലോയിങ് ഇൻ ഡാർക്ക് അടിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ കളറാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സൺലൈറ്റ് കാണിച്ചിട്ട് ഞാനിപ്പോൾ ഡാർക്ക് റൂമിലോട്ട് ഇത് എടുത്തുകൊണ്ട് പോവാണ്. കുറെ പേർക്ക് ഗ്ലോയിങ് ഇൻ ഡാർക്കിനെ പറ്റി കംപ്ലൈന്റ് ഉണ്ട്. ഇത് അടിച്ചിട്ട് എഫക്റ്റ് ഒന്നുമില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റ് നല്ലപോലെ ഫില്ലാകാത്തതാണ്. ഇത് നമ്മൾ രണ്ട് പാനലിൽ ഒരു 3 കോട്ട് വെച്ച് ഗ്ലോയിങ് ഇൻ ഡാർക്ക് അടിച്ചതിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി പെയിന്റ്സിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ മിക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഐറ്റമായ റെഡ് ടു ബ്ലാക്ക് ആണ്. ഫേസിൽ റെഡ് ഷെയ്ഡും ആംഗിളിൽ ബ്ലാക്ക് ഷെയ്ഡും ആണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ഇന്ന് നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്നത് 4 ലിറ്ററിനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ ഹൈപ്പർ ഷിഫ്റ്റും അൾട്രാ ഷിഫ്റ്റേഴ്സും ഒക്കെ അടിച്ച MVD പിടിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഹൈപ്പർ ഷിഫ്റ്റും അൾട്രാ ഷിഫ്റ്റേഴ്സും അടിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഫ്ലോറസെന്റ് നിയോൺ കളേഴ്സും പോലെയുള്ള ഓവറായിട്ട് അട്രാക്ട് ചെയ്യുന്ന കളർ അടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗ്ലോയിങ് ഇൻ ഡാർക്ക് പോലത്തെ കളേഴ്സ് ഞാൻ ഒരിക്കലും ഫുൾ ബോഡി അടിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഹൈപ്പർ ഷിഫ്റ്റിലെ അൾട്രാ ഷിഫ്റ്റേഴ്സിലും ഡീസെന്റ് ആയിട്ടുള്ള കളർ കോഡാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ റെഡ് ടു ബ്ലാക്ക് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേസിൽ നോക്കുമ്പോഴത്തേനും നല്ല റിച്ച് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് കാണിക്കുന്നത്. ആംഗിളിലോട്ട് വരുമ്പോഴത്തേനും നല്ല ബ്ലാക്ക് ഷെയ്ഡും കയറി വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കിനി ഒരു പാനലിൽ അടിച്ചിട്ട് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പാനലിൽ അടിച്ചിട്ടുണ്ട്. ഇതാണ് അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട്. ഹൈപ്പർ ഷിഫ്റ്റ് അൾട്രാ ഷിഫ്റ്റേഴ്സ് പോലത്തെ കളർ അടിക്കുമ്പോഴത്തേനും മെയിൻ ആയിട്ടൊരു ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഹൈ ക്വാളിറ്റി ക്ലിയർ യൂസ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത കളർ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോ, അത് ഞാൻ നിങ്ങളെ മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതുപോലുള്ള അടിപൊളി കളേഴ്സിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചു. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ റെഡ് ഷെയ്ഡ് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പെയിന്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. അപ്പോൾ ശരി, ഇനി പുതിയ പെയിന്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.